നിങ്ങൾ സ്റ്റെയറിൻ്റെ മുകളിൽ നിന്നാണ് അവളെ വീഴ്ത്തിയെ. പക്ഷെ അവൾ നിങ്ങളെ വീഴ്ത്താൻ ശ്രമിച്ചത് സ്റ്റെയറിൻ്റെ നടുക്ക് വെച്ചുമാണ്. അവൾക്കറിയാം വീണാൽ ഒരുപാട് വേദനിക്കുമെന്ന്. എന്തു പറഞ്ഞാലും രണ്ടാളെ ഭാഗത്തും തെറ്റുണ്ട്. എന്തിനാ നിങ്ങളിങ്ങനെ വഴക്കിടുന്നേ? ഇപ്പോൾ എന്തായാലും ഒരു മാസത്തേക്ക് അവൾക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. കാലിനും ഊരക്കും ചതവുണ്ട്. ഉരുണ്ടുരുണ്ട് വീണതുകൊണ്ട് അല്ലാതെയും മുറിവുകളുണ്ട്. അതും ഡ്രസ് ചെയ്തിട്ടുണ്ട്. തലക്ക് പുറകിലെ മുറിവ് കുറച്ച് ആയത്തിലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. പാവം, വേദന കാരണം ഒത്തിരി കരഞ്ഞു അവൾ. ഇനി ദയവ് ചെയ്ത് നിങ്ങൾ അവളോട് വഴക്കിന് പോകരുത് പ്ലീസ്, അപേക്ഷയാണ്. നീസു പറഞ്ഞതിന് ഒന്ന് മൂളിക്കൊടുത്ത ഫറുവിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഒരാളെ വേദനിപ്പിക്കാൻ മാത്രം എൻ്റെ ഹൃദയം അത്രയ്ക്ക് കല്ലിച്ചു പോയോ? ഞാൻ കാരണമല്ലേ അവൾ വേദനിക്കുന്നത്? ഓൾ ചെയ്തത് ഒരു തമാശയായി എടുത്താൽ പോരായിരുന്നു എനിക്കൊന്നും പറ്റാഞ്ഞിട്ട് കൂടിയും ഞാൻ എന്തിനാ അവളെ തള്ളിയിട്ടേ? ഫറുവിൻ്റെ മനസ്സ് എങ്ങോട്ടെന്നില്ലാതെ സഞ്ചരിച്ചു. ഒപ്പം ഇലുവിൻ്റെ നിറഞ്ഞ മീകൾ വല്ലാതെ അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അവളുടെ നിറഞ്ഞ മീകൾ അവനെ തളർത്തിക്കൊണ്ടിരുന്നു. മനസ്സിൽ കുറ്റബോധം നിറഞ്ഞതോടൊപ്പം നെഞ്ചത്തൊരു പാറക്കല്ല് കയറ്റിവെച്ച വേദനയാൽ അവൻ ആൽമര ചുവട്ടിലിരുന്നു. ഹേയ് ഫറുക്ക, നിങ്ങൾ എൻ്റെ പ്രണയം സ്വീകരിക്കാതെ ആ സറായിൽ ഹാമിനെ പ്രണയിക്കുന്നു എന്നൊരു ന്യൂസ് കേട്ടല്ലോ, അത് സത്യമാണോ? മനസ്സൊട്ടും ശരിയല്ലാതിരിക്കുന്ന ഫറു സജയുടെ ശബ്ദം കേൾക്കെ തലയുയർത്തി അവളെ നോക്കി. ബ്രേക്ക് കഴിഞ്ഞ് എല്ലാവരും ക്ലാസ്സിൽ കയറിയിരുന്നതിനാൽ അവിടെ ഇങ്ങ് ആരും ഇല്ലായിരുന്നു. തൻ്റെ ഫ്രണ്ട്സുകളെയും ഫറു ഫാദിക്കടുത്തേക്ക് പറഞ്ഞയച്ചിരുന്നു. ആരും ഇല്ലെന്ന് കണ്ടതും തൻ്റെ മനസ്സ് ശരിയല്ലെന്നുള്ളത് കൊണ്ടും ഫറു അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ഫറുക്ക, എന്തു പറ്റി നിങ്ങൾക്ക്? ഒരു ഞെട്ടലോടെ സജ ചോദിച്ചത് കേട്ടെങ്കിലും മനസ്സിലെ വേദനയെല്ലാം അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തീർത്തവൻ. സജയും കൂടുതലൊന്നും പറയാതെ അവനെ അണച്ചു പിടിച്ചു. പുറത്ത് പതിയെ തലോടിക്കൊണ്ട് അവനെ ആശ്വസിപ്പിച്ചു. എന്താ ഫറുക്ക പ്രശ്നം? സെറവിനെ ഓർത്തോ നിങ്ങൾ? മറന്നാലല്ലേ ഓർക്കൂ. അതൊന്നുമല്ല. ഞാൻ കാരണം ഇവിടുള്ള സെറു ഹോസ്പിറ്റലായി. നിങ്ങൾ കാരണോ? നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ അവളെ സ്റ്റെയറിൽ നിന്ന് തള്ളിയിട്ടു. തെറ്റായിപ്പോയി. അവൾക്ക് ഒത്തിരി വേദനിച്ചടി. എന്താ അറിയില്ല, അവൾക്ക് അറിയുന്ന ശബ്ദം എൻ്റെ ചെവിയിൽ ഇപ്പോഴും മല അടിക്കുന്നു. ഫറുക്ക വേദനിക്കുന്നു എന്നവൾ ഉച്ചത്തിൽ പറയുന്നുണ്ടടി. ഞാനതിപ്പോഴും കേൾക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല അവൾ കരയുന്നത്. എന്നിട്ട് പോലും എന്നെ വല്ലാതെ അവളുടെ കരച്ചിൽ വീർപ്പ് മുട്ടിക്കുന്നു. അവൾ എനിക്ക് ആരാണെന്നൊന്നും അറിയില്ല. ബട്ട് അവളെൻ്റെ മനസ്സ് കീഴടക്കിയിട്ടുണ്ട്. എന്നും എൻ്റെ ഒപ്പം അവൾ വേണമെന്ന് മനസ്സ് വാശി പിടിക്കുന്നുണ്ട്. പ്രണയമാണോ ചോദിച്ചാൽ അതിനൊരു മറുപടി എൻ്റെ പക്കലില്ല. പക്ഷേ എന്നും വഴക്കിടാനും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും അവൾ എൻ്റെ ഒപ്പം മരണം വരെ വേണമെന്ന് എൻ്റെ മനസ്സ് വാശി പിടിക്കുന്ന പോലെ. തന്നോട് ചേർന്നിരുന്ന് പറഞ്ഞവനെ കാണാൻ സജ ഒന്ന് ചിരിച്ചു. എൻ്റെ ഫറുക്കാക്ക് പ്രണയമോ? ആ, എന്തായാലും പോട്ടെ. എൻ്റെ നാത്തുവിനെ കൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായി. എന്നോട് മിണ്ടാത്ത എൻ്റെ ഫറുക്ക എന്നോട് മിണ്ടിയ കണ്ടില്ലേ? ഇനി വല്ല കാക്കയും മലർന്ന് പറക്കുന്നുണ്ടോ ആവോ? സജ കളിയാക്കി പറഞ്ഞത് കേൾക്കെ ഫറു അറിയാതെ ചിരിച്ചുപോയി. കാരണം സെറു മരിച്ചതിൽ പിന്നെ സജയോട് താൻ മിണ്ടാറില്ലായിരുന്നു. എന്നാലോ എൻ്റെ കൺമുൻപിലെത്തിയ പെണ്ണ് എന്തെങ്കിലും പറഞ്ഞ് മിണ്ടിക്കാൻ ശ്രമിക്കും. ഓ, അതിൻ്റെ ഭാഗമായിട്ടാ ഇഷ്ടം പറഞ്ഞ കുരിപ്പ് പിറകെ നടന്നത്. എന്തായാലും കോളേജ് മൊത്തം പാട്ടാണ് ഈ കുരിപ്പിൻ്റെ എന്നോടുള്ള പ്രണയം. എൻ്റെ അനിയത്തിയാണ് ഈ കുരിപ്പെന്ന് ആർക്കും അറിയില്ല. എല്ലാവരെയും മുന്നിൽ പപ്പയും അവളും പ്രിൻസിയും സ്റ്റുഡൻറ്റും മാത്രമാണ്. ഞാനും അവളുമാണ്. എനിക്ക് അവളെ ശത്രുവും, അവൾക്ക് ഞാൻ അവളുടെ പ്രണയവും. ആ, അതൊക്കെ ഒരു രസം. സജ ഫറുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞതും ഫറു അവളെ നോക്കി. നിനക്ക് ക്ലാസ്സിലടി? ആ, അത് ശരി. ഇത്രയും നേരം പട്ടി മോങ്ങുന്ന പോലെ മോങ്ങിയ ആളാണ് എന്നോട് കലിപ്പാവുന്നത്. വേണ്ട മോനെ, വെറുതെ എന്നെ കലിപ്പാക്കണ്ട. മര്യാദക്ക് ക്ലാസ് കൂടി കുറിപ്പേ. പോവൂല. അല്ല ഫറുക്ക, ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ കലിപ്പാവോ? ചോദിക്ക്. കലിപ്പാവൂല എന്ന് സത്യം ചെയ്താൽ ഞാൻ ചോദിക്കാം. ആ, സത്യം. അതുപോരാ, സെറു ആണ് സത്യം എന്ന് പറ. അവളെ തൊട്ട് നിങ്ങൾ കളവ് പറയില്ലാന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഞാൻ ദേഷ്യം പിടിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണോ ചോദിക്കാൻ പോണേ? ആ, സത്യം ചെയ്യേ. എൻ്റെ സെറു ആണേ സത്യം. ഞാൻ കളിപ്പാവൂല. സജൻ്റെ കയ്യിൽ കൈവച്ചവൻ പറഞ്ഞതും സജ ഒരു ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. നൂറിക്കാൻ്റെ കയ്യിലുള്ള ബോക്സിലെന്താ? നൂറിക്ക ഇപ്പോഴും അതെടുത്ത് നോക്കി കരയുന്നത് കാണാലോ. അതിന് മാത്രം ആ ബോക്സിൽ എന്താ? ഇങ്ങക്കത് അറിയാമെന്ന് എനിക്കറിയാം. കാരണം അത്രയ്ക്ക് ക്ലോസ് ആയിരുന്നല്ലോ നിങ്ങൾ. സജ ചോദിച്ചത് കേട്ട ഫറുവിൻ്റെ മുഖത്ത് നിമിഷ നേരം കൊണ്ട് ദേഷ്യം നിറഞ്ഞു. നിനക്ക് എന്തൊക്കെ അറിയണം സജ? അവൻ്റെ കാര്യം എന്നോട് മിണ്ടുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിയില്ല നിനക്ക്? പിന്നെന്തിനാ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ഓരോന്ന് ചോദിച്ചു വരുന്നേ? ഫറു കലിപ്പിട്ടതും സജയുടെ കണ്ണുകൾ നിറഞ്ഞു. ശരിയാ, സെറുവിൻ്റെ മരണത്തോടെ നിങ്ങൾ പരസ്പരം തെറ്റി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്നെ മറന്നു. ഇങ്ങനെ ഒരു പെങ്ങള് നിങ്ങൾക്കുണ്ടെന്ന് പോലും നിങ്ങൾ മറന്നുപോയി. നിങ്ങളുടെ അടുത്ത് വന്ന നിങ്ങൾ ദേഷ്യം കാണണം. പോരാത്തതിന് എന്നോടൊന്നും മിണ്ട പോയില്ല നിങ്ങൾ. പിന്നെ നൂറിക്ക,
ആ വീട്ടിൽ ഞാനെന്നൊരാൾ ഉണ്ടെന്ന് പോലും അറിയാത്ത പോലെയാണ് സാർ മരിച്ചത്. പിന്നെ ഇത്രയും കാലം അവൻ ജീവിച്ചത്. ഇന്നലെ ജീവിതത്തിൽ ആദ്യമായി നൂറിക്ക് എൻ്റെ മുഖത്തടിച്ചു. എന്നിട്ട് പറയുകയും ചെയ്തു ഞാനൊരു ശല്യമാണെന്ന്. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായത്, നിങ്ങൾക്കൊന്നും ഞാൻ നിങ്ങളുടെ ആരുമല്ലെന്ന്. എല്ലാവർക്കും വലുത് സെറോ ആണ്. അവളെ സ്നേഹിക്കേണ്ടെന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടം അവളെയും അവളുടെ കുറുമ്പുകളെയും. പക്ഷെ അവളെ ഓർത്ത് നിങ്ങൾ സ്വയം വേദനിക്കുന്നത് കാണാൻ എനിക്ക് പറ്റുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ആരും അല്ലെങ്കിലും എൻ്റെ ജീവനും സന്തോഷവും എല്ലാം എൻ്റെ ഇക്കാക്കമാരാണ്. ശരിക്കും പറഞ്ഞ് ഒറ്റപ്പെട്ടു പോയി സജ. എന്നാലും പരിഭവങ്ങളൊന്നുമില്ല. എൻ്റെ ഇക്കാക്കമാർ എന്നും ഹാപ്പിയായി നിന്നാൽ മാത്രം മതി. എനിക്കറിയാം ആ ബോക്സിനെ കുറിച്ച് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന്. പക്ഷെ അത് നൂറിക്കാക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. പക്ഷെ ആ ബോക്സ് അവരിൽ നിന്ന് അകറ്റണം. എന്നിട്ട് സെറവിനെ പ്രതിഷ്ഠിച്ച ആ മനസ്സിൽ മറ്റൊരു പെണ്ണിനെ കൂടിയിരുത്തണം. ഒറ്റത്തടിയായി എൻ്റെ ഇക്കാക്ക ജീവിച്ചു പോണത് എനിക്ക് സഹിക്കൂല. കണ്ണു നിറച്ചു സജ പറയുന്നത് കേട്ടപ്പോഴാണ് തങ്ങളുടെ പെരുമാറ്റത്തിൽ അവൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായത്.